വെൽക്കം ബാക്ക് ചോദിച്ചു. അപ്പോൾ നമ്മൾ CPM-ൻ്റെ വീഡിയോയാണ്. അപ്പോൾ നമ്മൾ CPM-ൻ്റെ മെയിൻ ഗേറ്റൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ അല്ലേ സംഭവം എന്തല്ല, അവിടെ എന്തൊരു ഇഷ്യൂ വന്ന് എന്തുകൊണ്ട് ഇഷ്യൂ, അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ വണ്ടി എടുക്കുക പോവുകയാണ്. അപ്പോൾ നമ്മൾ സിവിക്കാണ് ഗൈസ്, കിടിലൻ ലുക്കാണ് ഗൈസ് സിവിക്ക്. അപ്പം വേറെ വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ്. ഏതായാലും നമുക്ക് നേരെ പോയിട്ട് പോകാം. പുതിയ അപ്ഡേറ്റ് വന്ന കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ വല്ല പറയുന്നില്ല. സിറ്റി 1 എത്തിയിട്ട് ബാക്കിയൊക്കെ ഞാൻ പറയാം. അതുകൊണ്ടിങ്ങനെ നമ്മൾ സിറ്റി 1 എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉള്ള കാര്യം, നമുക്ക് ചെറിയൊരു സർപ്രൈസ് കൂടി ഉണ്ട്. അതിപ്പോൾ ചെറിയ സർപ്രൈസ്, ഏറ്റവും ചെറിയൊരു സർപ്രൈസ് ഇതിവിടെ കാണാൻ നമുക്ക് നമ്മൾ ചെറിയൊരു റെസ്റ്റോറൻറ്റ്, പിന്നെ അതിൻ്റെ മുകളിൽ ഡോണറ്റിൻ്റെ ഷോപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സിറ്റി 1 പിന്നെ വന്നിട്ട് കാണിച്ചു തരാം. ഇതിന് മുന്നേ നമുക്ക് വേറെ ഒരു ഏരിയ കൂടി പോകാനുണ്ട് ഗൈസ്. അവിടെ നമ്മൾ ഇതിനും വലിയൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് അതൊന്ന് പോയി കാണണം. എന്നിട്ട് നമുക്ക് നേരെ സിറ്റി 1 വരാം. അപ്പോൾ അത് എവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ ആ ഒരു ഏരിയയിലാണ്. സ്ഥലത്തെ പേര് ഞാൻ പറഞ്ഞത് ഗൈസ്. അപ്പോൾ സ്ഥലത്തിന് അടുത്തിട്ട് കാണാം. നമ്മളെ സർപ്രൈസുള്ള ഏരിയയിലാണ് എത്തിയിട്ടുണ്ട്. ഗൈസ് നമ്മളിവിടെ ഒരു വർക്ക്ഷോപ്പ് തന്നെ പണിതിട്ടുണ്ട്. വർക്ക്ഷോപ്പ് വേറെ സാധനം കൂടി നമ്മളിവിടെ പണിതിട്ടുണ്ട്. ഡ്രോൺ ഷോട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വണ്ടി ഒന്ന് കയറ്റായിട്ട് കാണിച്ചു തരാം. അത് ഗൈസ് നമ്മളൊരു ഷെഡ് ഇവിടെ പണിതിട്ടുണ്ട്. നമ്മളെല്ലാ വണ്ടിയും ഇവിടെ കൊണ്ടുവന്ന് വെക്കാനൊരു ഐറ്റാണ് നമ്മളിവിടെ പണിതിട്ടുള്ളത് ഗൈസ്. അതായത് നമുക്ക് നേരെ ഡോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നേരെ വണ്ടി കയറ്റണം. ഇവിടെ നമ്മൾ വേറൊരു ഏരിയയാണ്, ഒക്കെ ഞാൻ പറയാം. നമ്മൾ സിവിക്കിനെ കയറ്റട്ടെ. അപ്പോൾ നമ്മൾ വീടിന് പണി എന്തായി എന്ന് ചോദിക്കുന്നുണ്ടാവും. വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാൻ പോകണം നമ്മൾ സിവിക്കിലല്ല. അത് ഞാൻ പറയാം. സിവിക്കിന് ചെറിയൊരു അപ്ഗ്രേഡേഷൻ കൂടി നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ ഒന്നുകൂടിയും ഇതിൻ്റെ സ്റ്റിക്കർ വർക്കൊന്നും ഒന്നുകൂടിയും ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു സ്റ്റോറി ഉണ്ടാവും ഗൈസ് സിവിക്കിനെ വെച്ച്. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനും അതുപോലെ എല്ലാവർക്കും സ്റ്റോറി ഉള്ള ഒരു വണ്ടിയാണ് സിവിക്ക്. അപ്പോൾ എല്ലാവരും അതിനെ നല്ല രീതിക്ക് പണിയാൻ നോക്കും. അതുപോലെ തന്നെ അഭിനോയ്സിൻ്റെ വണ്ടി വരെ ഇപ്പോൾ വർക്കിലാണ്. അപ്പോൾ നമ്മൾ വർക്കിന് കൊടുക്കുകയാണ് നമ്മളെ വണ്ടിക്ക്. വർക്കിന് കൊടുക്കുന്ന പറയാം നമ്മളെ ഷെഡിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ഷെഡ് സൂപ്പറൊക്കെ 3D എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഒരു ബസ്സൊക്കെ മുകളിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മളെ വർക്കൊക്കെ നടക്കുക. ഗാരേജ് വർക്കിങ്, അവിടെ നമ്മളെ വണ്ടികൾ നിർത്തിയേക്കാൻ മാത്രം വെച്ച സ്ഥലമാണ് കേട്ടോ ഗൈസ്. ഇവിടെയാണ് ഗാരേജ് വർക്കിങ് ചെയ്യുക. നമുക്ക് കുറേ രാത്രിയൊക്കെ ആകുമ്പോൾ നിൽക്കാൻ കഴിയാതെ വന്നാൽ ഇവിടെ താമസിക്കാനുള്ള ഏരിയ ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ചാൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ബെഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സേവ് ചെയ്യാൻ മറന്നപ്പോൾ പോയതാണ് ഗൈസ്. ഏതായാലും അത് പോട്ടെ. നമുക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞ് അത് നമുക്ക് റെഡിയാക്കണം. നമ്മൾ ടോപ്പിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ചെറിയ BMW ഇവിടെ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഭാഗം കണ്ടില്ല ഗൈസ്, അത് നമ്മളെ വർക്കിന് വരുന്ന വണ്ടികളോ അല്ല വർക്ക് കഴിഞ്ഞ വണ്ടികളൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഏതെങ്കിലും വണ്ടി സെയിലുണ്ടെങ്കിൽ അത് ഞാൻ അവിടെയാണ് കൊണ്ടുപോയിരിക്കുക ഗൈസ്. അത് നിലത്ത് വീണിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മളെ ഏരിയ. പിന്നെ ആ ഭാഗത്ത് നമ്മളെല്ലാ വണ്ടികളും വെക്കാനുള്ള ഏരിയയാണ്. ഞാൻ അടുത്തിന് കാണിച്ചു തരാം. ഈ ഒരു ഏരിയ ഫുള്ള് നമ്മളെ കാർസാണ് കണ്ടോ ഗൈസ്. ചെറിയ ചെറിയ ഷെഡുകൾ മുഴുവൻ നമ്മൾ കാർസ് വെക്കാനുള്ളതാണ്. അപ്പോൾ സൈക്കിൾ കിടക്കുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് M5 എടുക്കണം. M5 ഇവിടെ വർക്ക് ചെയ്യുന്നതിന്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മളെ ട്രക്ക്, അതുപോലെ തന്നെ ബസ്, അതൊക്കെയാണ് ബാക്കിലുള്ള ഏരിയ. അതിനുള്ളതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ M5 എടുത്തിട്ട് ഇവിടെ നിന്ന് പോകണം. ഒരു ചെറിയ സർപ്രൈസ് നമ്മളെ സിറ്റി 1 ഉണ്ട്. അത് നിങ്ങൾ കാണിച്ചു തരാം. ചെറുക്കമ്പടെ കിടക്കുന്ന M5 ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ലൈറ്റിന് ഒരു ലൈറ്റ് ബ്ലൂ ആണ്. നമ്മൾ ഫുള്ള് മാറ്റിയിട്ടുണ്ട്. വണ്ടി എല്ലാ വർക്കും മാറ്റിയിട്ടുണ്ട്. ബാക്കൊക്കെ വൈറ്റ് കളറിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ടെക്സ്റ്റൊക്കെ നമ്മൾ ഇനി ഇതെടുക്കാണ്ട് നേരെ സിറ്റി 1 ഇടാൻ പോവാണ് ഗൈസ്. കാരണം ബാക്കിയൊക്കെ അവിടെ സർപ്രൈസായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിറ്റി 1 പോകണം. ഇവിടെയൊക്കെ നമുക്ക് ലിഫ്റ്റൊക്കെ അല്ല ഗൈസ്. അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ലിഫ്റ്റ് നമ്മൾ ചെയ്യും. അപ്പോൾ ഏതായാലും നമുക്ക് ചെയ്യണം. അതൊക്കെ അടക്കട്ടെ. എന്താ ഇവിടെ ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതാണ് ഗൈസ്. അപ്പോൾ ഏതായാലും അവിടെ വന്നിട്ട് നമുക്ക് നേരെ M5 എടുത്ത്
നേരെ വിടാം ഉണ്ട്. പിന്നെ നമുക്ക് നേരെ വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റാം. അപ്പം ഇതിനങ്ങനെ കറങ്ങിയടിച്ച് പോകണം ഗൈസ്. അപ്പം ഇവിടെയാണ് നമ്മൾ എന്തിനങ്ങോട്ട് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ഗൈസ്. ഗൈസ് കഴിഞ്ഞൊരു ചെറിയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീടിൻ്റെ പണി ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയില്ല, ചെറിയ ചെറിയ വർക്കൊക്കെ ഇനിയും കിടക്കുന്നുണ്ട്. നമുക്ക് പിന്നെ എപ്പോഴാ സമയം കിട്ടുമ്പോൾ എടുക്കാം. ഏതായാലും നേരം വീട്ടിൻ്റെ ഭാഗത്തേക്ക് പോവാമെന്ന് പറയാം. അവസാനം അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ വീടിൻ്റെ ഭാഗത്തോട്ടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഏതാണ്ട് ഫ്രണ്ട് ഗേറ്റിലേക്ക് എത്തുന്ന നമുക്കിങ്ങനെ പോവാം. അപ്പം അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. M5 പുതിയ ലുക്ക് വേറെ ലെവലാണ് ഗൈസ്. അതന്നെ ഞാൻ പറയാം. ഡോർ ഓപ്പൺ ആയിട്ട് ഗൈസ്. M5 ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോകുന്നുണ്ട് ഗൈസ്. അതായത് നമ്മൾ ഫുള്ള് ചെടികളൊക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഒരു ഡ്രോൺ വ്യൂ വെച്ചാണ്ട് ഞങ്ങൾക്ക് ഇതൊന്ന് കാണിച്ച് തരാട്ടോ ഗൈസ്. ഇതാണ് നമ്മളെ ഗരേജ്. ഇവിടെ ചെറിയ ലാഗുണ്ട്, നോക്കണ്ട. പിന്നെ ഇവിടെ നമ്മൾ ട്രീസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ കയറി ചെല്ലുന്ന ഇവിടെയാണ് നമ്മളെ ഫ്രണ്ട് ഡോറ് വരുന്നത്. അപ്പം നേരെ കയറി ചെല്ലുന്ന ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ്. അപ്പം നേരെ ഓപ്പൺ ചെയ്യാം. അപ്പം നേരെ കയറി ചെന്നാൽ ഇവിടെ കയറി ചെന്നാൽ നേരെ നമുക്ക് കാണാം ഡൈനിങ് ഹാളാണ്. അപ്പം ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പാണ് വർക്ക് ആവുന്നത്, ബാക്കിയൊന്നും വർക്കാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത്. നേരെ നമുക്ക് മുകളിലോട്ട് കയറുന്ന മുന്നേ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കയറാം. അപ്പം ഇതാണ് നമ്മൾ കിച്ചൺ. ഇതെന്തായി ഗൈസ്, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഗൈസ്. അത് നോക്കണ്ട, എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിക്കവറി ആക്കാം ഗൈസ്. നമ്മൾ കിടക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പക്ഷെ കിടക്കൊന്നും ഇവിടെ കാണില്ല. പിന്നെ അങ്ങോട്ട് പോയാൽ നമുക്ക് പോകാനുള്ള ഡോറുണ്ട്. പിന്നെ പുറത്തേക്ക് കിടക്കാനുള്ള ഡോർ നമ്മൾ വെച്ചിട്ടുണ്ട്. ബെഡ് പോയിട്ടില്ല ഗൈസ്. പിന്നെ നമുക്ക് നേരെ മേലോട്ട് കയറിയിട്ട് കാണിച്ചു തരാം. നോക്കി ഇപ്പം കയറുന്നുണ്ട്, നേരത്തെ കയറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കയറാൻ നോക്കട്ടെ ഗൈസ്. അല്ലെങ്കിൽ എന്തും കാണിക്കാതെ ഇപ്പോൾ എന്താ സീക്രം വേണ്ടിയിട്ടാണ് വെച്ചത്. അതൊന്ന് ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പം എവിടെയെങ്കിലും തൊട്ടാൽ അത് പോയി ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് വന്ന് നമ്മളെ ഫ്രണ്ട് പിന്നെ ബാക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഓരോ വർക്കും ചെയ്തിട്ടുള്ള ബാക്കാണ്. ബാക്ക് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ വെച്ചിട്ടുണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ചില വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂൾ കുറേ വർക്കൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. അതെന്താണെന്ന് അറിയില്ല, നമുക്ക് ഇവരെന്നെ റിമൂവ് ചെയ്താണെന്നൊന്നും അറിയില്ല ഗൈസ്. ഏതായാലും അതൊക്കെ നമുക്ക് സെറ്റാക്കണം. അപ്പം നമുക്ക് റൂമാണ് ഡൈനിങ് ഹാളൊന്ന് കാണിച്ചു തരാം ഗൈസ്. ഡൈനിങ് ഹാൾ നമുക്ക് ഡൈനിങ് ഹാൾ കാണുമ്പോൾ ഇതാണ് നമ്മളെ മേലത്തെ ഡൈനിങ് ഹാൾ. അപ്പം മേലത്തെ ഡൈനിങ് ഹാൾ ചെറിയ വർക്കൊന്നും ചെയ്തില്ല, വർക്ക് നടക്കുന്നുള്ളൂ. ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെന്നാൽ ഇവിടെയൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു നോക്കിക്കാൻ പറ്റിയ ഏരിയ നമ്മൾ കൊടുത്തിട്ട് പിന്നെ ചെറിയ റൂം കൂടെ ഇവിടെ ഒരു റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തോട്ടേക്ക് പോകാം. പിന്നെ ഇവിടെ ചെറിയൊരു സോഫ്റ്റ് ടൈപ്പ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെയ്തിട്ട് പോയി. പിന്നെ നമുക്ക് നേരെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ സെറ്റപ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള നമ്മളെ വീഡിയോ അപ്പോൾ അടുത്തൊരു കാണാം. പിന്നെ ബൈ.